ഇന്ത്യയിൽ അവനെ തട്ടിക്കളയും, അവൻ ഇന്ത്യയിൽ അവനെ തൊലിച്ചു കളയും. ഈ കോൺട്രാക്ട് ഉണ്ട്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാണൊക്കെ വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാനെറ്റ് എന്നല്ലേ, സുപ്രീം കോടതി നല്ലല്ലോ. ബിഗ് ബോസ് സീസൺ 6 വിജയ സാധ്യത ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായ സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏഷ്യാനെറ്റിലെ ചതികളും തരം താഴ്ന്ന കളികളും പുറത്തു വരുന്നു. സിബിൻ എയർപോർട്ടിലെത്തിയപ്പോൾ മീഡിയയോട് പറഞ്ഞിരുന്നു, പുറത്തു പോകണമെന്നത് എന്റെ തീരുമാനമല്ല, ബിഗ് ബോസിന്റേതാണെന്ന്. മറ്റ് വിവരങ്ങൾ വഴിയെ പറയാമെന്നും സിബിൻ പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ സിബിൻ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന ലാലേട്ടൻ വന്ന് തുരുതുരെ കുറ്റം പറഞ്ഞപ്പോൾ അതെന്നെ തളർത്തി. അദ്ദേഹം വന്ന് മെഷീൻ ഗൺ പോലെ തുടരെ ഫയർ ചെയ്തപ്പോൾ ഞാൻ തകർന്നുപോയി. ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നെക്കുറിച്ച് മോശമായി കരുതുന്നു എന്ന തരത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. ശനിയാഴ്ചത്തെ എപ്പിസോഡിനും ഞായറാഴ്ചത്തെ എപ്പിസോഡിനും ഇടയിൽ നടന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യലാണ്, അത് പുറത്തു പറയാൻ പാടില്ല. ആ കാര്യങ്ങളാണ് എന്നെ ഏറ്റവും മെന്റലി തളർത്തിയത്. പിറ്റേന്ന് പൂജയുടെ അവസ്ഥ കണ്ടപ്പോൾ എല്ലാം കൂടി എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതെന്റെ പോരായ്മയാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചിലപ്പോൾ BB മെറ്റീരിയൽ അല്ലായിരിക്കും, ഞാൻ സമ്മതിക്കുന്നു. ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞത്. ആ സമയത്ത് എനിക്ക് ആ വീട് വിട്ട് പോകണമെന്നായിരുന്നു. നിസ്സഹകരണം അതിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ ഫലമായി സൈക്കോളജിസ്റ്റുമായി സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, നമ്മൾ ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് ദുഃഖിച്ചിരിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, കുറച്ച് സമയത്തേക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കൂ, അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ്. പക്ഷെ അന്ന് ടെക്നിക്കൽ കാരണങ്ങൾ കാരണം പുറത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിനാലാണ് പിറ്റേ ദിവസം ബിഗ് ബോസ് വിളിച്ച് സിബിനെ മാറ്റിയത്. ഒരു ഹോട്ടൽ റൂമിലേക്കാണ് കണ്ണ് കെട്ടി കൊണ്ടുപോയ സിബിനെ എത്തിച്ചത്. കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മോൾ ഷൈനിൻ്റെ ഒരു സ്റ്റാഫും ഞാനും മാത്രമായിരുന്നു റൂമിൽ. റൂമിലൊരു TV ഉണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്യില്ല. ഒരു ഫോണുണ്ട്, അത് റെസ്റ്റോറൻറ്റിലേക്ക് മാത്രമേ കോൾ പോവുകയുള്ളൂ. അതും ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിക്കാം. സ്റ്റാഫിൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട്, പുള്ളിയുടെ പേഴ്സണൽ ഫോൺ. അതും ഞാൻ ഉപയോഗിക്കാനോ പുള്ളി എൻ്റെ മുന്നിലിരുന്ന് ഉപയോഗിക്കാനോ പാടില്ല. കോൾ വരുമ്പോൾ പുറത്തുപോയി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരാം. ഈ സ്റ്റാഫുമായി ഷോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സംസാരിക്കാൻ പാടില്ല. മറ്റെന്തിനെക്കുറിച്ചും സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചു. സിനിമകളെക്കുറിച്ചും മറ്റും സംസാരിച്ചു. അങ്ങനെ എൻ്റെ ചിന്തകളെ വേറെ ദിശയിലേക്ക് തിരിച്ചുവിട്ടു. ഒരു 2 മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി. അത് സ്റ്റാഫിനെ അറിയിച്ചു. വെറും 120 130 പേർക്ക് മാത്രം ലഭിച്ച ഭാഗ്യമാണ് ബിഗ് ബോസിൽ വരിക എന്നുള്ളത്. അവിടെ നിന്നും ഇത്തരത്തിൽ ഇറങ്ങിപ്പോകേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു, 72 മണിക്കൂർ കഴിഞ്ഞു. പിന്നീട് അറിയിക്കുന്നത് എന്നെ ഇവിടെ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഒരിക്കൽ മാത്രം ഞാൻ എൻ്റെ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു. പുള്ളിയെ ഞാൻ കൺവിൻസ് ചെയ്തു ഞാൻ ഓക്കെ ആണെന്നും. ഞാൻ ആ ഹോട്ടൽ റൂമിലെത്തി 5 മണിക്കൂർ മുതൽ 80ാമത്തെ മണിക്കൂർ വരെ എനിക്ക് എന്ത് സംഭവിച്ചുവെന്നും എന്തൊക്കെ നടന്നു എന്നുള്ളതും എനിക്കിപ്പോൾ പുറത്തു പറയാൻ കഴിയില്ല. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണത്. പക്ഷേ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. പല PR ടീമുകളും പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെ എത്തി നിൽക്കുമെന്നോ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് നോക്കിയ ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ശനിയാഴ്ചത്തെ എപ്പിസോഡിനും ഞായറാഴ്ചത്തെ എപ്പിസോഡിനും ഇടയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും, കൺഫെഷൻ റൂമിൽ എന്ത് സംഭവിച്ചുവെന്നും, ഹോട്ടൽ റൂമിൽ എത്തിയ ശേഷം എന്ത് സംഭവിച്ചുവെന്നും പിന്നീട് കാര്യങ്ങൾ നോക്കിയ ശേഷം വേണമെങ്കിൽ മാത്രം പറയാം എന്ന് സിബിൻ പറഞ്ഞു. ഇതിന് പിന്നാലെ അഖിൽ മാരാറിട്ട വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത് സിബിനെ ഏഷ്യാനെറ്റുകാർ വിളിച്ച് വധഭീഷണി നടത്തി എന്നുള്ളതാണ്. അഖിൽ മാരാർ പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: മെന്റൽ അതായത് നമ്മൾ ഈ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്. ഇതിനു മുമ്പ് പല സീസണുകളിലും പല മത്സരാർത്ഥികളെയും ഇവർ പുറത്താക്കാൻ നോക്കിയിട്ടുണ്ട്. റോബിൻ രാധാകൃഷ്ണൻ, സാബു മോൻ, രജിത് സർ, അഖിൽ മാരാർ എന്നിവരൊക്കെ അതിൽപ്പെടും. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാറിനെ ജയിപ്പിക്കാൻ ഏഷ്യാനെറ്റിന് ഉദ്ദേശമില്ലായിരുന്നു. ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന 2 വ്യക്തികൾ ചേർന്നാണ് ഇത് തീരുമാനിച്ചത്. എന്നാൽ അതൊന്നും നടന്നില്ല. യവന്മാര് കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ, ഇവന്മാര് കാശ് മേടിച്ച് ഇവന്മാര് കാണിച്ച നാർത്തര ഉൾപ്പെടെ ഞാൻ പറയും. ബിഗ് ബോസിന്റെ 1 മുതൽ 5 വരെയുള്ള സീസണിന്റെ ഡയറക്ടറായിരുന്ന അർജുൻ
ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കഴിഞ്ഞ സീസണിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീനയെ ഈ സീസണിൽ നിന്നും മാറ്റി നിർത്തി. തങ്ങൾ തീരുമാനിക്കുന്നവർ വിജയികളാകണം എന്നതിന് ഒപ്പം നിൽക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. അവർക്ക് താല്പര്യമുള്ള മത്സരാർത്ഥികൾക്കനുസരിച്ച് ഷോ പ്ലാൻ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇവർ പുറത്താക്കപ്പെട്ടത്. എല്ലാ സത്യവും വിളിച്ചു പറയാൻ എനിക്കൊരു പേടിയുമില്ല. എന്നെ ആരെന്ത് ചെയ്താലും കുഴപ്പമില്ല. എൻ്റെ സ്വഭാവം കണ്ടു തന്നെയാണ് ഭാര്യയും മക്കളും വളർന്നത്. ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അതിൽ എനിക്കൊരു കുഴപ്പവുമില്ല. ഇത്രയൊക്കെ ഞാൻ നേടുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. കൂടിപ്പോയാൽ എന്നെ കൊന്നുകളഞ്ഞേക്കാം. അതിനും എനിക്ക് പേടിയില്ല. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട്, അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. നാണം കെട്ട് പണം ഉണ്ടാക്കാൻ നോക്കുന്ന നാറിയ പണി കാണിച്ചതും പോരാ, അത് വലിയ സംഭവമാക്കി. സമൂഹത്തിൽ ഈ ഷോ എങ്ങനെയെന്ന് യാതൊരു ബോധ്യവുമില്ലാത്ത ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ച് നിർവൃതിയടയുന്നു. പ്രേക്ഷകരെ കോമാളിയാക്കി മാറ്റുന്ന ഈ നാറിയ സീസൺ കാരണം മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ സമൂഹത്തിൽ നാറുകയാണ്. ഇനിയും പറയാതെ പോയാൽ ഈ നാണക്കേടിന്റെ ഭാരം എനിക്കും ചുമക്കേണ്ടി വരും. സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ? ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തനാണ് ഏഷ്യാന്റെ തലപ്പത്ത് കേരളത്തിലിരിക്കുന്നത്. ആദ്യ സീസണിൽ സാബുമനെ ജയിപ്പിക്കണമെന്ന് ഏഷ്യാനെറ്റിനില്ലായിരുന്നു. സാബുവിന്റെ കാര്യത്തിൽ പറ്റിയ അബദ്ധം അവസാന നിമിഷം വരെയും പേളി ജയിക്കുമെന്നവർ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ അവസാന ഘട്ടത്തിൽ വോട്ടുകൾ മാറിമറിഞ്ഞു. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിന്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. അതിന് ഓഡിറ്റിങ്ങും മറ്റുമുള്ളതാണ്. അർഹിക്കുന്നതിന്റെ 3 ഇരട്ടി ശമ്പളം നൽകി സ്ത്രീ മത്സരാർത്ഥികളെ ബിഗ് ബോസിനുള്ളിൽ കയറ്റിവിടുകയും അവരെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇത്തരം നാറിയ കളികൾ കളിക്കുമ്പോഴും ഇതെന്തോ മഹത്തരമായ സംഭവമാണെന്ന് പറഞ്ഞ് ലാലേട്ടനെ പോലും പറഞ്ഞു പറ്റിച്ചാണ് ഈ ഷോയിൽ കൊണ്ടുവന്ന് നിർത്തി പറയിക്കുന്നത്. മലയാളികൾ മുഴുവൻ സ്നേഹിക്കുന്ന ഒരാളെ വിളിച്ചു നിർത്തി കോമാളിയാക്കുന്നു. കാശ് കൊടുത്ത് ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിൽ കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർക്കൊക്കെ എതിരെ പറയാൻ പലർക്കും പേടിയാണ്. കാരണം നഷ്ടപ്പെടാൻ അവർക്കൊക്കെ ഒരുപാടുണ്ട്. എന്നാൽ എനിക്ക് അങ്ങനെയില്ല. കഴിഞ്ഞ സീസണിൽ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തുള്ള ചിലരും ഷോ ചെയ്യുന്ന എൻ്റെ മോൾ ഷൈനിന്റെ കമ്പനിയുടെ ആൾക്കാരും തമ്മിലുള്ള ഈഗോ, താല്പര്യമുള്ള മത്സരാർത്ഥികളെ ഏഷ്യാനെറ്റിലെ ചിലർ ജയിപ്പിക്കാൻ നടത്തിയ നീക്കം കഴിഞ്ഞ സീസണിൽ പൊളിഞ്ഞു. കഴിഞ്ഞ ഷോയിൽ ഇവർക്ക് തടസ്സം നിന്ന ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ഈ സീസണിൽ മാറ്റിയ ശേഷം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കാണാൻ ആൾക്കാർ ഉണ്ടാവുക സ്വാഭാവികം. ഇത്രയും അധപ്പതിച്ച നാറി ഒരു ഷോ ആക്കി ഇതിനെ മാറ്റിയത് ഏഷ്യാനെറ്റിലെ ചില വ്യക്തികളാണ്.